Dear friends, welcome to the English Grammar Classroom. Today we are detailing verbs in function, namely gerunds, infinitives and participles. And I am sure you might be remembering that we have dealt with the verbs in detail about the different kinds and types of verbs. And in that we have also mentioned gerunds and participles, gerunds, infinitives and participles. Today we are dealing with the gerunds in detail. Gerund is actually a verb used as a noun in a sentence, and it is used as a noun by adding ing to the base of the verb. So it is called a verb noun or verbal noun also. So please see the usage. The first example is gerund used as a subject in a sentence. Smoking is injurious to health. Smoking is the gerund of smoke. Smoke plus ing, smoking. It is used as a subject. Instead of a noun, it is used as a subject in the sentence. And also in a transitive sentence, it is used as an object of a transitive verb. Here it is used as I enjoy gardening. Gardening is formed as garden plus ing, and again garden is verb. And the next example, subject complement. So it complements the subject. His main pastime is roaming about. What is the subject here? His main pastime. ഇങ്ങനെയാണ് ജെറൻസ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ വേറൊരു തരത്തിലും കൂടി ഉപയോഗിക്കുന്നുണ്ട് ആസ് ഒബ്ജക്ട്സ് ഓഫ് പ്രിപ്പൊസിഷൻസ്. certain prepositions like at, by, of, for, about, on, in, etc. Take this sentence. He insisted on playing chess. On is the preposition here. He insisted on playing chess. So gerund is playing. ഇങ്ങനെയാണ് ജെറണ്ടിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ജെറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വെർബിൻ്റെ കൂടെ ing ചേർക്കുന്നതാണ്. ഇറ്റ് ഈസ് എ വെർബ് ഫോം ബട്ട് ഇറ്റ്സ് യൂസ്ഡ് ആസ് എ നൗൺ ആൻഡ് സോ ഇറ്റ്സ് കോൾഡ് ആസ് വെർബ് നൗൺ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ഇൻഫിനിറ്റീവ് ആണ്. ഇൻഫിനിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ദർ ആർ 3 types of infinitives. ബെയർ ഇൻഫിനിറ്റീവ്, ടു ഇൻഫിനിറ്റീവ്, പാസീവ് ഇൻഫിനിറ്റീവ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതലും കാണുന്നത് ടു ഇൻഫിനിറ്റീവ് ആണ്. ടു ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു പ്ലസ് റൂട്ട് ഓഫ് ദ വേർബ്. ഇപ്പോൾ നോക്കൂ, ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഉദാഹരണം ബോൾഡ് ചെയ്തിട്ടുണ്ട്, ടു എക്സസൈസ് എന്നുള്ളതാണ്. അതിനെ നമ്മൾ ടു ഇൻഫിനിറ്റീവ് എന്ന് പറയും. അത് സബ്ജക്റ്റായിട്ടാണ് ആദ്യത്തെ ഉദാഹരണം. ടു എക്സസൈസ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. സാധാരണ നമ്മൾ നിത്യജീവിതത്തിൽ എക്സസൈസിങ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ എക്സസൈസ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് എന്ന് പറയും. അതിനേക്കാളൊക്കെ കുറച്ചുകൂടി ഭംഗിയുള്ള യൂസേജ് ടു എക്സസൈസ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് എന്നുള്ളതാണ്. ഇതുപോലെ കോംപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ടു എക്സസൈസ്. അവിടെ ടു എക്സസൈസ് എന്നുള്ളത് കോംപ്ലിമെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഒബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുന്നത് ഹി വോണ്ട്സ് ടു എക്സസൈസ്. അപ്പോൾ ഇവിടെ 3 തരത്തിൽ ടു ഇൻഫിനിറ്റീവിനെ നമ്മളൊരു സെൻറ്റൻസിൽ കാണാം. നേരത്തെ ജെറണ്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ടു ഇൻഫിനിറ്റീവിന് 4 ഫോംസ് ഉണ്ട്, ആക്റ്റീവ് ഫോംസ് ഉണ്ട്. ആക്റ്റീവ് ഫോം, പാസീവ് ഫോം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സിമ്പിൾ പ്രസൻറ്റ്. വാട്ട് ഈസ് എ സിമ്പിൾ പ്രസൻറ്റ് ഫോം? ടു എക്സസൈസ്. പ്രസൻറ്റ് കണ്ടിന്യൂസ്, ടു ബി എക്സസൈസിങ്. പ്രസൻറ്റ് പെർഫെക്റ്റ്, ടു ഹാവ് എക്സസൈസ്ഡ്. Present perfect continuous, to have been exercising. These are very rarely used. Present perfect and present perfect continuous, our form of to infinitive, are actually, these forms are very rarely used. And the passive form is passive infinitive. അതാണ് നമ്മൾ മൂന്നാമത് പറഞ്ഞ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. ബെയർ ഇൻഫിനിറ്റീവ്, ടു ഇൻഫിനിറ്റീവ്, പാസീവ് ഇൻഫിനിറ്റീവ്. അപ്പോൾ എന്താണ് പാസീവ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നതിൻ്റെ മുമ്പേ വി വിൽ ഗോ ടു ബെയർ ഇൻഫിനിറ്റീവ്. ബെയർ എന്ന് പറഞ്ഞാൽ നെയ്ക്കഡ്, വിത്തൗട്ട് എന്നൊക്കെയാണ് അർത്ഥം. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ദിസ് ടു. ടു ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ടു പ്ലസ് റൂട്ട് ഓഫ് ദ വേർബാണ്. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ദ വേർബ് അലോൺ. നോ, ദർ ഈസ് നോ ടു. ഇത് യൂസ് ചെയ്യുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക വാക്കുകളെയും കൂടെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മൊഡാൽ ഓക്സിലറിയുടെ കൂടെ, മൊഡാൽ ഓക്സിലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോൾ, വിൽ, ഷുഡ്, വുഡ്, മേ, മൈറ്റ്, ക്യാൻ, കുഡ്, ഇതിൻ്റെയൊക്കെ കൂടെ ഉപയോഗിക്കുന്നത് ബെയർ ഇൻഫിനിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ചില
പിന്നെ ഫ്രേസസ് നമ്മൾ ഉപയോഗിക്കാനല്ലോ. ഹാഡ് ബെറ്റർ, യു വുഡ് റാദർ, ഐ വുഡ് റാദർ, റാദർ ദാൻ, ഇതിൻ്റെയൊക്കെ കൂടെ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ബെയർ ഇൻഫിനിറ്റീവാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സീ ദിസ് എക്സാമ്പിൾ, ഐ സോ ഹിം ഗോ ഇൻ ടു ഓഫീസ് എന്ന് പറയുന്നത് പിന്നെ ഒരു ബെയർ ഇൻഫിനിറ്റീവാണ്. ഈ പറഞ്ഞതല്ലാതെ ഒരു ബെയർ ഇൻഫിനിറ്റീവാണ്. ഇങ്ങനെ ബെയർ ഇൻഫിനിറ്റീവ്സ് ധാരാളമുണ്ട്. പാസീവ് ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസീവ് ഫോം പോലെ തന്നെയാണ്, ടു ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഐ വാണ്ട് ഹിം ടു ബി ഡിഫീറ്റഡ്. ഇവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേണമെന്നില്ല, ഐ വാണ്ട് ഹിം ഡിഫീറ്റഡ് എന്നുള്ളതായാലും മതി. പക്ഷേ അതിനേക്കാൾ ഒന്നുകൂടി പ്രിസൈസ് യൂസേജ് എന്ന് പറയുന്നത് ഐ വാണ്ട് ഹിം ടു ബി ഡിഫീറ്റഡ് എന്ന് പറയുമ്പോഴാണ്. ഓക്കെ, സോ gerunds, infinitives and participles. We have come to the third section, participles. And I think you are familiar with the present participle, past participle and perfect participle. Anyway, you are familiar with the present participle and past participle. Present participle is the ing form of the verb. Past participle is the third status of the verb, walk, walked, walked. So these are the three forms of participles. First one is present participle, verb plus ing. So when we are using in a sentence, you can see the verb plus ing in a particular situation. That is, I am writing a letter. So it is not like that. I am writing a letter is actually a combination. The progressive tense is in a combination of ing form, also plus what is known as auxiliary verb. Here we are not mentioning about that because the function is altogether different. Here the present participle alone is used in a sentence to represent an action that is progressing but not complete. It is an action that is progressing, going on, continuing but not complete. See, hearing a sound, we rushed into the room. Hearing a sound, hearing is the present participle. Another function is to express any one of the two simultaneous actions. So, she drove the car humming a tune. She was driving the car and she was humming a tune. ഇങ്ങനെയൊക്കെ പറയാം, but that's very, very, very inappropriate formation. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷീ ഡ്രോവ് ദ കാർ ഹമ്മിങ് എ ട്യൂൺ എന്നാണ് പറയുക. ആസ് എൻ അഡ്ജക്റ്റീവ്, മൂന്നാമത്തെ യൂസ് അഡ്ജക്റ്റീവായിട്ട് നമ്മൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിളിനെ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഇറ്റ് വാസ് എൻ ഇൻട്രസ്റ്റിംഗ് മൂവി. ഇൻട്രസ്റ്റിംഗ് ഈസ് വെർബ് പ്ലസ് ing. ഇറ്റ്സ് എ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. ഹിയർ ഇറ്റ്സ് യൂസ്ഡ് ആസ് എൻ അഡ്ജക്റ്റീവ്. മൂവി എന്നുള്ളതിനെ ക്വാളിഫൈ ചെയ്യുന്ന ഒരു അഡ്ജക്റ്റീവായിട്ടാണ് ഇവിടെ അത് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി. സെക്കൻഡ് വൺ ഈസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. ഐ ഹാവ് പുട്ട് ഇൻ ബ്രാക്കറ്റ് hyphen ed or en because these words are suffixed to a word to the root of the verb to form the past participle. ഏതെങ്കിലും ഒന്നെങ്കിൽ ed ചേർക്കുക, walk, walked, അല്ലെങ്കിൽ forgot, forgotten എന്ന രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന് ഉപയോഗിക്കാനാണ്. അതല്ലെങ്കിൽ പാസീവ് ഫോം ഉപയോഗിക്കുമ്പോഴും ഉപയോഗിക്കും. The building was built in 1920. Who built the building is not important. So we say somebody built the, no. We say the building was built. അവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നോട്ട് പാസ്റ്റ് ടെൻസ്. അപ്പോൾ നമ്മൾ പറയുകയാണ് somebody built the building in 1920 എന്ന് പറഞ്ഞാൽ ആ ബിൽറ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. ഇവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. പിന്നെ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കും. നേരത്തെ നമ്മൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിളിന് അഡ്ജക്റ്റീവായിട്ട് ദ മൂവി വാസ് ഇൻട്രസ്റ്റിംഗ് മൂവി എന്ന് പറയുന്ന പോലെ ഇവിടെ ഉപയോഗിക്കുന്ന യൂസ്ഡ് കാർ, യൂസ്ഡ് എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ അതിൻ്റെ ഫോം എന്ന് പറയുന്നത്, ദർ ഈസ് എ കൈൻഡ് ഓഫ് ടൈപ്പോ, having plus been plus pp. Actually I intended to put been in another bracket, but that was actually looked over. Having plus pp or having plus been plus pp, that is the form, and it denotes the completed action. For example, having completed the task she relaxed.
Having written the examination, he relaxed. അല്ലെങ്കിൽ ഹാവിങ് ബീൻ ഇലക്റ്റഡ് ആസ് എ പ്രസിഡന്റ് ഷീ താങ്ക്ഡ് ഓൾ മെമ്പേഴ്സ്. ഇവിടെ ഹാവിങ് ബീൻ പറയുന്നുണ്ട്. യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ്. എന്താ അത്? പാസീവാണ്. ഷീ വാസ് ഇലക്റ്റഡ്, നോട്ട് ഷീ ഈസ് നോട്ട്, ഷീ ഡിഡ്ന്റ് ഇലക്ട് എനിബഡി, ഷീ വാസ് ഇലക്റ്റഡ്. അവർ ആരെയും തിരഞ്ഞെടുക്കുകയില്ല ചെയ്ത്, അവരെ തിരഞ്ഞെടുക്കുക ചെയ്ത്. അവിടെ പാസീവാണ്. അപ്പോൾ ഹാവിങ് ബീൻ ഇലക്റ്റഡ് ആസ് പ്രസിഡന്റ്. മറ്റത് ഏജൻ്റായിട്ട് വന്നത് ആക്റ്റീവ് വോയിസാണ്, ഹാവിങ് കംപ്ലീറ്റഡ് ദ ടാസ്ക്. So that is the difference. So if you are using it in a passive form, you must add been. Otherwise, you must use having plus PP. That's about perfect past participle. Students, friends, I hope that you know and you have a fair idea about gerund, infinitives and participles. Thank you. Okay, thank you once again.